ഹായ് ഓൾ, ഇറ്റ് വാസ് ലാസ്റ്റ് സൺഡേ. അപ്പോൾ ഇന്ന് കുറച്ച് പെൻഡിങ് വർക്കൊക്കെ ഉണ്ടായിരുന്നത് പെട്ടെന്ന് രാവിലെ മക്കളൊക്കെ എണീക്കുന്നതിന് മുന്നേ ആയിട്ട് അതൊക്കെ ചെയ്ത് തീർക്കുവാണ്. ഇന്ന് പുറത്തൊക്കെ പോകണം, പിന്നെ മക്കൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നടക്കത്തില്ല. അങ്ങനെ എൻ്റെ പെൻഡിങ് വർക്കൊക്കെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. 9 o'clock ആമയ്ക്ക് സ്കേറ്റിംഗ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇന്ന് എണീറ്റപ്പോഴേ ആമ നല്ല ഹാപ്പി മൂഡിലാണ്. ആമയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എപ്പോഴാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോണേന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. കുറച്ച് ദിവസം കൊണ്ട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകണം, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ. ഞാൻ പറഞ്ഞു സൺഡേ നമുക്ക് പോവാം. അങ്ങനെ ആളിനെ പറഞ്ഞ് സ്കേറ്റിംഗ് ക്ലാസ്സിലൊക്കെ ആക്കി. ഇനി അത് കഴിഞ്ഞ് നമുക്കിനി കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാൻ പോകണം. അങ്ങനെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തുള്ള വെജിറ്റബിൾ ഷോപ്പിൽ പോയി അങ്ങനെ ഒരു വീക്കിലേക്ക് വേണ്ട വെജിറ്റബിൾസും ഒക്കെ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് അപ്പോഴത്തേനും ആമയെ വിളിക്കാനുള്ള സമയമാവും. ഇന്ന് അമ്മുവിൻ്റെ സ്കേറ്റിംഗ് സാർ ആമിയുടെ സ്കേറ്റിംഗ് ഷൂവിൻ്റെ ബ്രേക്ക് ഊരി ആ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ആമി. അപ്പോൾ സ്കേറ്റിങ്ങിൽ ബ്രേക്ക് ഉള്ളത് കൊണ്ട് ആമി ബ്രേക്ക് അപ്ലൈ ചെയ്യത്തില്ല. ഇനിയിപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ ഇപ്പോൾ ഊരിയത് കൊണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ വണ്ടി നിൽക്കത്തില്ലല്ലോ. അങ്ങനെ ആ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ആമിയായിട്ട് പുറത്ത് വന്നു. ഞാനും ആമിയും മാത്രമേ വന്നുള്ളൂ. അങ്ങനെ നമ്മൾ ആദ്യം മാക്സിലാണ് പോയത്. അവിടെ കുറേ നല്ല സ്റ്റഫ്ഡ് ടോയ്സ് കാണും. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ ആമിയുടെ വൈബിലുള്ളതൊന്നും കിട്ടിയില്ല, ആമിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഹെയർ ആക്സസറീസ് മാത്രം വാങ്ങിച്ചിട്ട് മറ്റൊരു കടയിൽ പോയിട്ട് അവിടെ നിന്ന് ബാർബി ഡോളാണ് എടുത്തത്. 5 മണിക്കാണ് ഫംഗ്ഷൻ. പക്ഷേ ആമി ഒരു 3 മണിയായപ്പോൾ തൊട്ടേ ചോദിച്ചു തുടങ്ങി, എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് കാണും, 5 മണിയായോ, എന്നെ റെഡിയാക്കുന്നില്ലേ അമ്മി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായി തുടങ്ങി. ആമുവിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുക. ഇന്ന് പാർട്ടിയൊക്കെ ആയതുകൊണ്ട് ആമു തന്നെ പറയും എനിക്ക് എന്തൊക്കെ ചെയ്യണം, എൻ്റെ മുഖത്ത് എന്തൊക്കെ ചെയ്യണം, കണ്ണെഴുതണം, ഐ ഷാഡോ ഇടണം, പൗഡർ ഇടണം, അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ആൾ. അപ്പം അങ്ങനെ ആമിയുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ആമിക്ക് മാത്രമേ ഇൻവിറ്റേഷൻ ഉള്ളൂ. ഐഷുവിന് ഇനി നാളെ ഒരു എക്സാമും കൂടെ ബാക്കിയുണ്ട്. ഇരുന്ന് പഠിക്കണമെന്ന് പറഞ്ഞപ്പം ഐഷുദായിരുന്നു ക്രോഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടമ്മി, എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് ക്രോഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും ആമി ബർത്ത്ഡേക്കൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഐഷുവിന് ഓരോന്നോരോന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആമിക്ക് എന്തൊക്കെ റിട്ടേൺ ഗിഫ്റ്റാണ് കിട്ടിയെന്നൊക്കെ. അപ്പോൾ ഈ തിരിച്ചും റിട്ടേൺ ഗിഫ്റ്റൊക്കെ കിട്ടുന്നതുകൊണ്ട് ഇവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാവരും ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ. ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പോഴായിരിക്കും ശരിക്കും നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറേ ഫുഡൊക്കെ അവർക്ക് കിട്ടുന്നത്. പിന്നെ വൺസിനെ വയലായതുകൊണ്ട് ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആമി ഇങ്ങനെ ഓരോന്നോരോന്ന് ഐഷിനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്ന് ഐഷ ഉണ്ടാക്കിയ ക്രോഷ്യ പ്രൊജക്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.